ഇന്ന് ഞാനൊരു അച്ഛനോ അമ്മയോ ആവുകയാണെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അതേ ഞാനാണ് ഇന്നു മുതൽ ഇനിയും ജീവിക്കാൻ പോകണമെങ്കിൽ ആ കുഞ്ഞ് കേടുവരും. ആ കുഞ്ഞിന് വേണ്ടി ഒരു പുതിയ ജന്മം സ്വീകരിക്കാൻ തയ്യാറാവണം. റെസ്പോൺസിബിലിറ്റിയാണ് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി സമൂഹത്തിന് കൊടുക്കുന്നത്. അതുമാത്രമല്ല, വേറൊരു വലിയ പോയിന്റ് കൂടെ പറയാണ്ട്, ഓൾറെഡി കല്യാണം കഴിഞ്ഞ ശേഷം വലിയ സ്വരച്ചേർച്ചയൊന്നും ഇല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ അടിപിടിയും ബഹളങ്ങളും, കുറേ ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നു, കുറേ ദിവസം ഇവിടെ പണങ്ങി പോയി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ചില സദാചാര വിദ്വാന്മാരും ഭയങ്കര ദീർഘവീക്ഷകരായ ആചാര്യന്മാരൊക്കെ കൊടുക്കുന്നൊരു ഡയലോഗുണ്ട്, കുട്ടികളായ ശരിയാവും. കുട്ടിയായ ശരിയാവും. നിങ്ങളെന്താ അത് ട്രൈ ചെയ്യാത്തത്? ഒരു കുഞ്ഞായ എല്ലാ രംഗവും മാറും, പിന്നെ സ്നേഹമാവും. ഇവിടെ എന്തൊരു മണ്ടൻ ഉപദേശമാണെന്നറിയോ. ഇവരൊരുമിച്ച് ജീവിക്കുമോ എന്നുള്ളത് ആദ്യം ഒരു തീരുമാനമായിട്ട് വേണം അവിടേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരാൻ. ഇതൊന്നും തീരുമാനിക്കാതെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വരുന്നൊരു ന്യൂട്രലൈസർ, ഒരു സ്റ്റെബിലൈസർ പോലെയാണ് കുഞ്ഞിനെ കാണുന്നത്. കുഞ്ഞിനെ അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞിനെക്കുറിച്ചുള്ള ഇവരുടെ ചിന്താഗതി അതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സംഭവിക്കുകയും ചെയ്യുമായിരിക്കും. ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചോടുകൂടെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടും ഉണ്ടാവും. ബട്ട് കുഞ്ഞായിരിക്കും അവരുടെ അടുത്ത പ്രശ്നം.